This is Christ Jesus coming to this earth a second time. Then his name is the Word of God. ദൈവവചനം എന്നാണ് യേശുക്രിസ്തുവിന്റെ പേര്. ആ വചനം എന്നതിൻ്റെ അർത്ഥവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തെ വെളിപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ റീസൺ, യുക്തി എന്നൊക്കെ. അപ്പം ഈ നിലകളിൽ നമുക്ക് യേശുക്രിസ്തുവിനെ ആണ് യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ 1-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ 4-ാം വാക്യം മുതൽ പറയുന്ന ദൂതൻ യഹോവയുടെ ദൂതൻ എന്നല്ല, സാധാരണ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന ഗണത്തിലാണ് പെടുന്നത്. യേശുക്രിസ്തുവിനെ നമ്മൾ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ വിളിക്കുന്ന മറ്റൊരു പേര് അപ്പോസ്തോലൻ എന്നാണ്. അപ്പോസ്തോലൻ അപ്പോസ്തോലൻ എന്ന് വിളിച്ചാലും അതിൻ്റെയും പേര് അപ്പോസ്റ്റോലോ അല്ലെങ്കിൽ അപ്പോസ്റ്റെല്ലോ. അപ്പോ മീൻസ് ഫ്രം, സ്റ്റെല്ലോ മീൻസ് സെൻഡ്. Sent from God. So apostle, apostello എന്ന ഗ്രീക്ക് പദമാണ് അപ്പോസൽ, അപ്പോസ്തോലൻ എന്ന നമ്മുടെ ഭാഷകളിൽ. അതിൻ്റെ അർത്ഥം അപ്പോ അൻസ്റ്റെല്ലോ, അയക്കപ്പെട്ടവൻ. അയച്ചയാളിൻ്റെ അധികാരത്തോടുകൂടെ അയച്ചയാള് പരമേൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അയക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ ചിന്തിക്കാം. അപ്പോൾ ആ നിലകളിൽ യഹോവയുടെ ദൂതൻ എന്നത് പഴയ നിയമത്തിൽ സാധാരണ ദൂതന്മാരിൽ നിന്നും വ്യത്യസ്തനായ ഒരാളത്വമായിട്ടാണ് കാണുന്നത്. അത് ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിന് മുൻപുള്ള പ്രത്യക്ഷതകളായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മൾ ഇവിടെ കാണുന്ന ദൂതന്മാർ. ഈ ദൂതന്മാരെക്കാൾ യേശു ക്രിസ്തു വിശേഷപ്പെട്ടവൻ, വ്യത്യസ്തൻ എന്ന് നാം ഇവിടെ കാണുകയാണ്. സ്തോത്രം. അതാണ് നാം ഇനി നോക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കുമല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ? ശരി, എങ്കിൽ നമുക്ക് 4-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം അവിടെ കാണുകയുണ്ടായി, ദൂതന്മാരെക്കാൾ യേശുക്രിസ്തു ശ്രേഷ്ഠനാണ് എന്ന് ഇവിടെ അപ്പോസ്തലൻ 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിലും ആ കാര്യം സ്ഥിരീകരിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കുറിച്ചാണെങ്കിൽ 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. ഈ രണ്ടർത്ഥങ്ങളിലും ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിലും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലും യേശുക്രിസ്തുവിന് ദൂതന്മാരെക്കാൾ കൈവന്ന ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തുന്നത്.
നമ്മൾ അതിൻ്റെ ഒന്നാം ഭാഗം ആദ്യം എടുക്കുന്നത് 1-ാം അധ്യായം 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്. 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും കാണാം. ഇതിന് രണ്ടിനും കൂടെ ഇടയിലാണ് 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. സാൻഡ്വിച്ചിങ് ബോത്ത് തോട്ട്സ് ടുഗെദർ. 2 ആശയങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്ന അളവിൽ 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു വാണി, ഒരു മുന്നറിയിപ്പ് തരികയാണ്. ആ മുന്നറിയിപ്പ് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്താലുള്ള ശ്രേഷ്ഠതയും ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്താലുള്ള ശ്രേഷ്ഠതയും കൂട്ടിച്ചേർക്കുന്നു. മനസ്സിലായോ? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ 2-ാം അധ്യായം 18-ാം വാക്യം വരെ പറയുന്നത്. അതിനെ നമ്മളിപ്പോൾ 2ആയിട്ട് തിരിച്ചു. ഇതിനെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ വച്ചിരിക്കുന്ന ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെ. ആ മുന്നറിയിപ്പിന് മുമ്പ് 1-ന്റെ 4 തൊട്ട് 15 വരെ നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്താലുള്ള ശ്രേഷ്ഠത. 2-ാം അധ്യായം 5 തൊട്ട് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ക്രൂശ് മരണം എന്നൊക്കെയുള്ള ദൂതന്മാരെക്കാൾ താണവനായി തീർന്നിട്ട് ക്രിസ്തു കൈവരിച്ച ശ്രേഷ്ഠതയാണ്. നാം 1-ാം ഭാഗത്തേക്കാണ് പോകുന്നത്. 1-ാമത്തെ ഭാഗം. സ്തോത്രം. നാം അവിടെ കാണുന്നത് ഒന്നിൻ്റെ പ്രത്യേകിച്ച് 4 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്നത്, സ്തോത്രം, ആസ് ദ സൺ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിലാണ്. 1-ാം ഭാഗത്ത് പ്രവാചകന്മാരുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ പറ്റി പറഞ്ഞപ്പോഴും പുത്രൻ എന്നുള്ള ഭാഗം നമ്മൾ കണ്ടതാണ്. ഇവിടെയും നാം കാണുന്നത്, സ്തോത്രം, യേശുക്രിസ്തു he is superior as the son. സ്തോത്രം, പുത്രൻ എന്ന നിലയിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും നാം ഇവിടെ കാണുന്ന ശ്രേഷ്ഠത പുത്രൻ എന്ന നിലയിലും യേശുക്രിസ്തുവിൻ്റെ പ്രകൃതത്തിലുമാണ്. യേശുക്രിസ്തുവിൻ്റെ ആസ് എ സൺ ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് നേച്ചർ, here we see Christ is superior. Christ is superior. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ നാം അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. 4-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. എബ്രായർ 1:4. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. അവിടെ പദവിയെ നാം കാണുന്നുണ്ട്. അപ്പോ in chapter 1 verses 4 onwards, especially, Jesus' superiority is on the basis of being the son and
his nature. Whereas in chapter 2 verses 5 to 18, 2, 5 to 18, Jesus' superiority over angels is due to his purpose and destiny. Due to his purpose and destiny. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അവൻ പുത്രൻ എന്ന നിലയിലും അവന്റെ പദവിയിലുമാണ്, പ്രകൃതത്തിലാണ്. അത് തന്റെ ദൈവത്വത്തെയാണ് കാണിക്കുക. എന്നാൽ രണ്ടാം അധ്യായത്തിന്റെ 5 തൊട്ട് 18 വരെ, നമ്മൾ പറഞ്ഞല്ലോ 1 തൊട്ട് 4 വരെ ഒരു മുന്നറിയിപ്പാണ്. 5 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞത്, അതിന് 2 കാര്യങ്ങളാണ് അടിസ്ഥാനം. ഒന്ന്, ദ പർപ്പസ് ഓഫ് ഹിസ് ഇൻകാർണേഷൻ, യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിന്റെ ഉദ്ദേശം. ദെൻ ദ ഡെസ്റ്റിനി, തൻ്റെ ഭാവിയുടെ ആ നിത്യത. സ്തോത്രം. ഇപ്പൊ നമ്മളതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തേക്കാണ് വരുന്നത്. യേശുക്രിസ്തുവിന്റെ ദൂതന്മാരുടെ മേൽ ഉള്ള ശ്രേഷ്ഠതയ്ക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ. സ്തോത്രം. ഒന്നാമത് നമ്മൾ കണ്ടു ആസ് ദ സൺ, ദാറ്റ് മീൻസ് ബിക്കോസ് ഓഫ് ഹിസ് റാങ്ക്. ഏഞ്ചൽസ് ആർ സിംപ്ലി ദ സെർവൻസ്. They have no option but obedience. They have no freedom of choice. They have no freedom of a free talk. They have no freedom of conversation with the Father. Stotra. Rank. Christ is superior to angels in his rank as the Son. Stotra. Again, he is superior because of his relationship with the Father. പിതാവായ ദൈവത്തോടുള്ള യേശുക്രിസ്തുവിന്റെ ബന്ധം നിമിത്തവും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ബന്ധം, അതും നമ്മളിപ്പോ പറഞ്ഞു. ദൂതന്മാരൊക്കെ ശുശ്രൂഷക്കാരാ. They are simply ministers. Angels are simply ministers who just carry out the commandment God gives them in time to time. സ്തോത്രം. നമ്മളതാണ് മുമ്പേ പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൂതൻ പറയുന്നുണ്ട്, ഗബ്രിയേൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതനാകുന്നു. ദൈവം പറയുന്നത് അനുസരിക്കുക മാത്രമേ അവർക്ക് പറ്റൂ. അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറയാനോ. പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ VVIPസിന്റെ ഒക്കെ പുറകിൽ നിൽക്കുന്ന കമാൻഡോസ് ഉണ്ട്. നമ്മുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ തുടങ്ങി ഉള്ള വലിയ നമ്മുടെ നേതാക്കന്മാരുടെ, രാഷ്ട്ര നേതാക്കന്മാരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഗവൺമെന്റ് അധികാരികളുടെ ഒക്കെ പുറകിൽ എപ്പോഴും കമാൻഡോസ് എന്തിനും തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അവരുടെ മുഖത്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ, എത്ര ഗൗരവത്തോടെ നിൽക്കുന്നേ. ഒരു പൊതുവേദിയിൽ പോലും ഈ പറയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ വല്ല തമാശ പൊട്ടിച്ചാലും ഇവരാരും ചിരിക്കത്തില്ല. സദസ്സ് മുഴുവനും ചിരിച്ച് മണ്ണ് കപ്പിയാലും ഇവർക്ക് ചിരിക്കാനൊക്കത്തില്ല. പേഴ്സണലി അവർ തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു ആശയവിനിമയം സാധാരണ നിലയിൽ നടക്കാറില്ല.
ദൂതന്മാർ ഇതുപോലെ നിൽക്കുന്നതേ ഉള്ളൂ. അതേസമയം പുത്രനോ ആ റിലേഷൻഷിപ്പ്. സോ ഇൻ റാങ്ക് Christ is superior. In relationship, Jesus is superior. Another, he is superior in his reign. ഭരണത്തിൽ, വാഴ്ചയിൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 1:8 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. 1:8 1:8. പുത്രനോടു, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. സിംഹാസനം, രാജത്വം, ചെങ്കോൽ, ഇതൊക്കെയാണ് വാഴ്ച, ഭരണം. Christ is superior to angels in his reign. 4, because of his righteousness. സ്തോത്രം. Because of his righteousness. നാം അവിടെ കാണുന്നു, a sceptre of righteousness is the sceptre of thy kingdom. നിന്റെ ചെങ്കോൽ നീതിയുള്ള, രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നേരുള്ള ചെങ്കോൽ. In righteousness. നമ്മളെ കല്യാണത്തിനൊക്കെ സ്റ്റീരിയോ ടൈപ്പായിട്ട് വായിച്ചു വിടുന്ന 45-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം നമ്മളെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നിന്റെ കൂട്ടുകാരിൽ പരമായി ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമാറാകട്ടെ. സ്തോത്രം. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നത് കൊണ്ട്. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം നിന്നെ എന്ത് ചെയ്യുന്നു? കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. In righteousness, so in rank, relationship, reign and righteousness. സ്തോത്രം. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു പദവി കൊണ്ട്. പുത്രൻ എന്ന പദവി. റിലേഷൻഷിപ്പ്, പിതാവും പുത്രനും എന്ന ബന്ധം. 3, ഭരണം, രാജത്വം. ദൂതന്മാരാരും ഭരിക്കുന്നില്ല, അവ ഭരിക്കപ്പെടുക മാത്രമാണ്. പിന്നെ നീതി, നീതിയുള്ള ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതെ, ഗബ്രിയേൽ തുടങ്ങിയുള്ള ശക്തന്മാരായ ദൂതന്മാരെ പോലും ആജ്ഞ കൊടുത്ത് തൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ അയക്കുന്ന പരമോന്നതനായ ദൈവം ക്രിസ്തുവേശുവിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്താനും നമ്മെ സ്നേഹിക്കുവാനും പ്രസാദിച്ചു. നമുക്ക് ഈ ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിപ്പാൻ സ്വപുത്രന്റെ ആത്മാവിനെ പകർന്നതെന്ന് നമ്മെ അനുഗ്രഹിച്ചു. സ്തോത്രം. നാം ഈ തിരഞ്ഞെടുപ്പ് നിമിത്തം ശ്രേഷ്ഠരാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജയത്തോടെ മുൻപോട്ട് പോകാം. നമ്മുടെ കർത്താവിന്റെ നീതിയുള്ള ഭരണത്തിൽ നാമും പങ്കാളികളായി കർത്താവിനോട് കൂടെ കാണപ്പെടേണ്ടതിനുള്ള പ്രത്യാശയോടെ ശിഷ്ടകാലം കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.